എനിക്ക് പാദപൂജ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാ. ഇതാ എന്റെ പാദങ്ങൾ. പാദപൂജ ചെയ്തിട്ട് ആ ജലം തലയിൽ തളിച്ചോളൂ. സ്വാമിജിക്ക് പാദപൂജ ഇപ്പൊ ആര് ചെയ്യും? അമ്മ മുതിർന്ന ആളായതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഭാസ്കരേട്ടനും അഖിലും അവരാണുങ്ങളല്ലേ, അവർക്ക് ചെയ്യാൻ പാടില്ല. ഭാവനച്ചിക്ക് എന്തോ വ്രതം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അമ്മേ. വ്രതത്തിലിരിക്കുന്നവരത് ചെയ്യാൻ പാടില്ല. ഞാനും കാർത്തികയും ഗർഭിണിയായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും അത് ചെയ്യാൻ പാടില്ല. പിന്നെ ബാക്കിയുള്ള ഒരാള് എല്ലാരും എന്താ എന്നെ നോക്കുന്നേ? അപ്പൊ ഈ ദരിദ്രവാസിക്ക് ഞാൻ കാല് കഴുകണോ? ദരിദ്രവാസിയെന്നോ? അത് ദാരിദ്ര്യം തീർക്കാൻ വന്ന ദൈവമാണല്ലോ എന്ന് പറഞ്ഞതാ. ചെയ്യേട്ടത്തി, എന്താ തെറ്റ്? അത് ഞാനിപ്പോ ഒറ്റയ്ക്കല്ലല്ലോ എടുത്തി. ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ, എന്റെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞല്ലോ, അസുഖമുള്ളവൾ എന്ന് പറഞ്ഞതാ. അതൊന്നും സാരമില്ല ഇളയമ്മേ. സ്വാമിജിക്ക് പാദപൂജ ചെയ്ത ഇളയമ്മയുടെ ആരോഗ്യം നന്നായിട്ടിരിക്കും. ചേച്ചി, പാദപൂജക്കുള്ള സാധനങ്ങൾ എടുത്തു വെക്കുക. എന്റെ കാലത്തന്നെ ഞാൻ ശരിക്കും കഴുകിയിട്ടില്ല. ഈ തെണ്ടിയുടെ കാല് ഞാൻ കഴുകേണ്ടിയിരിക്കുന്നു. എല്ലാം എന്റെ തലവിധിയ. കാല് ഈ തട്ടത്തിലേക്ക് വെക്കടാ. എന്താ ഇളമേ സ്വാമിജി എടാന്നൊക്കെ വിളിക്കുന്നേ? അത് ഉണ്ണികൃഷ്ണനെ നമ്മൾ സ്നേഹത്തോടെ എടാ കണ്ണ, വാടാ കണ്ണ എന്നൊക്കെ വിളിക്കില്ലേ, അതേപോലെയാ. ഇളയമ പാദപൂജ ചെയ്യാണോ അതോ ചാണകം തളിക്കുകയാണോ? നന്നായിട്ടൊന്ന് കഴുകു. കഴുക. ആഹാ, വാട്ടർ മസാജ് ചെയ്യുന്നത് പോലെയുണ്ട്. ഇവരെ എന്റെ പെർമനന്റ് ഭക്തിയായി വെച്ചാലെന്താ? ചെരുപ്പെടുത്തടിച്ച തന്റെ ഷേപ്പ് മാറ്റി ഞാൻ. സ്വാമിജി ആ പാദം മാറ്റി വെക്കുകയാണെങ്കിൽ എന്റെ ഇളയമ്മ ആ തീർത്തെടുത്ത് തലയിൽ തളിക്കും. ഇയാളെന്ന് എന്റെ ഭർത്താവാണോ തീർത്തെടുത്ത് എന്റെ തലയിൽ തളിക്കാൻ? ഇളയമേ, പോയ ഭർത്താവല്ല, ഇത് ദൈവം. തളിക്കാം. സ്വാമിജി, അകത്തേക്ക് വന്നോളൂ. ഇരുന്നോളൂ സ്വാമിജി. ഇത് കൊള്ളാലോ. ആശ്രമം പോലെ നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എന്താ സ്വാമിജി സെറ്റപ്പ് എന്നൊക്കെ പറയുന്നേ? അത് അല്ല, സ്വാമിജിക്ക് വേണ്ടി നമ്മള് അലങ്കാരമൊക്കെ ചെയ്തില്ലേ എടുത്തി? അതിനെ കുറിച്ചാ പറഞ്ഞത് അല്ലേ സ്വാമിജി? അതെ, അത് തന്നെയാണ്. ആവശ്യമില്ലാതെ കാശ് ചെലവാക്കിയല്ലോടാ. എനിക്ക് തന്നിരുന്നെങ്കിൽ വൈകുന്നേരം 2 എണ്ണം അടിക്കാമായിരുന്നു. എന്ത് വാങ്ങുന്ന കാര്യ സ്വാമി? ഇപ്പൊ ഒന്നും വാങ്ങുന്നില്ല മോളെ, എല്ലാം വൈകുന്നേരം. വൈകുന്നേരം വാങ്ങുന്നത് എന്താ സ്വാമിജി? പ്രസാദമാണ് ഏട്ടത്തി. സ്വാമിജി രാവിലെ മുതൽ ഉപവാസത്തിലാണ്. അത് ശരിയാ. ഓഹോ. ഓ,
സ്വാമിജിക്ക് പോലും കഷ്ടതകൾ ഉണ്ടാവുകയാണല്ലോ. കഷ്ടതകളൊക്കെ തീരണമെങ്കിൽ ചില അനുഷ്ഠാനങ്ങളൊക്കെ വേണം വസു. ആ പറഞ്ഞത് ശരിയാണമ്മേ. പറഞ്ഞോളൂ സ്വാമി. എന്താ പറയേണ്ടത്? എന്തു പറയണെന്നോ? ഭാസ്കറും കൊച്ചുമോനും പറഞ്ഞിരുന്നില്ലേ? ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ തുടക്കം മുതലേ ശ്രദ്ധിക്കുന്നു. സ്വാമിജിയോട് നിങ്ങള് ഒരു ബഹുമാനവും കാണിക്കുന്നില്ല. ശരിയല്ലേ? ചെകിടത്തടിക്കൂ. പറഞ്ഞോളൂ സ്വാമി. എന്റെ ഏട്ടത്തിക്ക് കുറച്ച് അറിവ് കുറവാ. പക്ഷേ ബോഡി കൂടുതലാ. ആ എടോ തന്നെ ഉണ്ടല്ലോ. സ്വാമിജി, മനസ്സിൽ കാണുന്നതൊക്കെ പുറത്തേക്ക് വരിക. ആ, എന്തോ പറയണോന്ന് പറഞ്ഞല്ലോ. എന്താ പറയേണ്ടത്? അത് സ്വാമി, അങ്ങ് അന്നൊരു കാര്യം പറഞ്ഞില്ലേ? ആ കാര്യം ഞാൻ വസുവിനോട് പറഞ്ഞു. കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നതിന് ഇവൾക്ക് പൂർണ്ണ സമ്മതമാ. പക്ഷെ എന്തു പറഞ്ഞാലും ഒരു ജീവന്റെ കാര്യമല്ലേ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതെങ്ങനെ ഇല്ലാതാക്കും? ശാപങ്ങളൊന്നും ഏൽക്കാതെ ഒരു പരിഹാരം കാണുമെന്ന്. ആ അത് ഒരു മിനിറ്റ് സ്വാമിജി. നിങ്ങൾ എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ച ദൈവോ. താങ്കൾക്ക് ഒരു ചെറിയ കാണിക്ക വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ, അവൾ ഇയാൾക്ക് കൈക്കൂലി കൊടുക്കാൻ പോവാ. അത് തടയണം. സ്വാമിജി ത്രിലോകജ്ഞാനിയാ വസു. കാണിക്കൊന്നും സ്വീകരിക്കില്ല എന്ന് ആരാ പറഞ്ഞത്? ഇപ്പൊ എല്ലാവരും എല്ലാ കാണിക്കും സ്വീകരിക്കാറുണ്ട്. ആ അതിരിക്കട്ടെ, എന്താ മോളുടെ കാണിക്ക? ഒരു മിനിറ്റ് സ്വാമി. സ്വാമിജിക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെറിയ കാണിക്കയാ, ഒരു സ്വർണ്ണവള. ആ, സ്വർണ്ണവളയോ? ആ, ഇങ്ങ് കൊണ്ടുവരൂ, കൊണ്ടുവരൂ. ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ സ്വാമിജിയുടെ കയ്യിൽ അണിയിക്കണം. ആ എന്തിനാ മടിക്കുന്ന മോളെ? കയ്യിലിട്ട് തന്നോളൂ. നീ ഒരു കള്ളസ്വാമിയാണെന്ന് എനിക്കറിയാം. ഈ വള ഞാനേ ഫ്രീ ആയിട്ട് തരുന്നതല്ല. എന്റെ അമ്മയോട് പറഞ്ഞതേ മാറ്റി പറയാൻ വേണ്ടി തരുന്നതാ. മനസ്സിലായോ? പറയൂ സ്വാമിജി, ഏത് മുഹൂർത്തത്തിൽ ഏത് സമയത്ത് ആ കാര്യം ചെയ്താൽ ഞങ്ങൾക്ക് പാപമുക്തി കിട്ടുമെന്ന്? ഞാൻ എല്ലാം പറയാം. അതിനു മുൻപായി ആ ദമ്പതിമാരുടെ ജാതകം ഇങ്ങ് തരൂ. എന്തിന്? വീണ്ടും അവരെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണോ? ഏട്ടത്തി, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം പറയുന്നത് നല്ലതല്ല. ആ, ആ, വസു, നിങ്ങളുടെ ജാതകം എടുത്തുകൊണ്ട് കൊടുക്കാൻ. ശരി അമ്മേ. എന്താ ഇത്? അഭിരാമം വസുന്ധരയുടെയും ജാതകം എന്തിനാ തരുന്നത്? താങ്കൾ ഇതല്ലേ ആവശ്യപ്പെട്ടത്? ഞാൻ ചോദിച്ചത് അഖിലിന്റെയും കാർത്തികയുടെയും ജാതകമാ. ഞങ്ങളുടെ ജാതകം എന്തിനാ? നിനക്ക് കുഞ്ഞു പിറന്നാൽ നീ മരിച്ചു പോകുന്നുള്ളത് കൊണ്ട്. എന്റെ ഭർത്താവ് മരിക്കുമെന്നോ? വസുവേട്ടത്തിയുടെ ഭർത്താവ് മരിക്കുന്നല്ലേ പറഞ്ഞത്? അല്ല, അന്ന് ഈ അമ്മയോട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കുഞ്ഞിനെ പറ്റിയാ. ഇല്ല സ്വാമിജി, അങ്ങ് അബിയുടെയും വസുവിന്റെയും കുഞ്ഞിന്റെ കാര്യമോ പറഞ്ഞത്? അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിയായി കേട്ട് കാണില്ല. കാർത്തികയുടെ ജാതകപ്രകാരം അവൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ കൊണ്ട് അഖിലിന്റെ ജീവൻ ആപത്താണ്.
സൂപ്പർ വസു, ഒറ്റയേറിന് 2 പക്ഷിയെ വീഴ്ത്തിയല്ലോ. നിന്റെ കുഞ്ഞിനെ രക്ഷിച്ചിട്ട് ഗർഭിണിയല്ലാത്ത കാർത്തികയ്ക്ക് നല്ല പണി നീ കൊടുത്തു. എന്താണോ ഇത്? ഞങ്ങളുടെ കയ്യിൽ നിന്ന് 10,000 വാങ്ങിയത് മറന്നുപോയോ? താനിത് നാടകം കളിക്കാ? ആ 10,000 നിങ്ങൾ തന്നെ വെച്ചോ. ഈ സ്വർണ്ണ വള കണ്ട 10 ലക്ഷം വില വരും. എടോ, ആ, താനുണ്ടല്ലോ കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്കൂ. അങ്ങനെയൊന്നും അടുത്തേക്ക് വരാൻ പാടില്ല. പോയി അങ്ങോട്ട് മാറി നിൽക്കൂ. ഇനി ഒരു പ്രാവശ്യം കൂടി ജാതകം നോക്കി പറയൂ സ്വാമിജി. അപ്പോ അഖിലിന്റെ ജീവനാണോ ആപത്ത്? എത്ര തവണ നോക്കിയാലും ജാതകം അതേ പറയൂ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞ സ്വാമി. എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്? നിൽക്കേട്ടി സ്വാമി, ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. കുഞ്ഞിനെ നശിപ്പിക്കുന്നതാണ് ഒരേ ഒരു പരിഹാരം. എത്രയും വേഗം ഇത് പണയം വെക്കണം. പണയം വെക്കാനോ? ആ, വിളക്ക് കത്തിക്കണം. സമയം വൈകി, ഞാൻ ഇറങ്ങുന്നു. താങ്കളെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഒരു വഴി കാണില്ലേ? പറയൂ സ്വാമിജി. ഇപ്പൊ പുറത്തേക്ക് പോകുന്ന വഴിയല്ലാതെ ഞാൻ വേറൊരു വഴിയും കണ്ണിൽ കാണുന്നില്ല. എന്റെ സമയം നിങ്ങൾ പാഴാക്കരുത്. ഞാൻ പറഞ്ഞതാണ് ഫൈനൽ. സ്വാമി, നീ ഗർഭിണിയാണെങ്കിലല്ലേ കുഞ്ഞിനെ നശിപ്പിക്കുന്ന കാര്യത്തിനെ പറ്റി ആലോചിക്കേണ്ടുള്ളൂ. ഇല്ലാത്ത ഗർഭത്തിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ പ്രഗ്നന്റ് അല്ലാത്തതാണ് ടെൻഷൻ. ഇനി എല്ലാവരുടെയും അറ്റൻഷൻ എന്റെ മേലായിരിക്കില്ലേ? ഇനി എല്ലാവരുടെയും കണ്ണ് എന്റെ വയറ്റിലായിരിക്കും. എന്നെ തുറച്ചു നോക്കും. അതിനെന്താ ഇപ്പോ? അഖിലിന്റെ ജീവന് വേണ്ടി കുഞ്ഞിനെ ത്യജിക്കുന്നതായിട്ട് 4 വലിയ ഡയലോഗ് പറഞ്ഞാ മതി. നിന്നെ ആശുപത്രി കൂട്ടിക്കൊണ്ടുപോയി അബോർഷൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാന്ന് ഞാൻ പറയും. പ്രശ്നം അതോടെ തീരുമല്ലോ. അത് അത്രയ്ക്ക് ഈസി അല്ല ആന്റി. ഇപ്പൊ നമ്മൾ അബോർഷൻ ഡ്രാമ അഭിനയിച്ച് രക്ഷപ്പെട്ടാലും ഇനി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് പ്രസവിക്കാനാകില്ലല്ലോ. ഇനി ഞാൻ എപ്പോ പ്രസവിച്ചാലും അഖിലിന്റെ ജീവൻ ആപത്താണെന്ന് അമ്മ വിചാരിക്കില്ലേ? അയ്യോ, കുഞ്ഞില്ലാതെ ഈ ലൈഫ് മുഴുവൻ നിങ്ങളെ പോലെ ഇരിക്കേണ്ടി വരും. എല്ലാത്തിനും ആ കള്ളസ്വാമിയെ കിട്ടിയോ? ഇല്ല. ആ വള കൊണ്ടുപോയി വിറ്റിട്ട് അയാൾ എങ്ങോട്ട് ഓടിപ്പോയി. കൈ കെട്ടിരുന്നെങ്കിൽ അവൻ അവിടെ തന്നെ തീർത്തനെ. 10,000 രൂപയും വാങ്ങിയിട്ട് ചതിക്കായിരുന്നു അവൻ. നന്ദിയില്ലാത്തവൻ. വസുവേട്ടത്തെ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും കോസ്റ്റ്ലി ഗിഫ്റ്റ് കൊടുത്തില്ലേ? അതുകൊണ്ടാ അയാൾ കാല് മാറിയത്. അയാൾ അങ്ങനെ ഒരുത്തനാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ വീടിന്റെ പടി ചവിട്ടിക്കലായിരുന്നു. അയാൾ അങ്ങനെയുള്ളവനായതുകൊണ്ടാ കാർത്തികയുടെ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞ് നിന്റെ അമ്മയോട് വസുവിന്റെ കുഞ്ഞിനെ പറ്റി കള്ളം പറഞ്ഞത്. വലിയ കള്ളനാവൻ. അയാൾ എങ്ങനെ എന്റെ കൈ കെട്ടിയാലുണ്ടല്ലോ കഴുത്ത് നെച്ച് കൊന്നുകളയും. കൊല്ലുന്നതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. ദേ, ഇപ്പൊ ഇവള് മാത്രമേ കരയുന്നുള്ളൂ. വസു നമുക്ക് നല്ല പണിയാ തന്നിരിക്കുന്നേ. വസു ഇത്രത്തോളം ബുദ്ധി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവളുടെ കുട്ടിയെ രക്ഷപ്പെടുത്തി ഇവനിട്ടൊരു പണിയും കൊടുത്തു. നാളെ മുതൽ എന്നെയും അമ്മ വസുവേട്ടത്തെ ടോർച്ചർ ചെയ്തതുപോലെ എന്നെയും ടോർച്ചർ ചെയ്യുമോ എന്തോ. അതുപോലെ അബോർഷൻ ചെയ്യാനും പറയും. അബോർഷൻ ചെയ്യാതെ വേറെ വഴിയില്ലേ? സമ്മതിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. നമ്മുടെ ബേബിയെ കളയണമെന്നോ? അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ അമ്മയോട് പോയി അത് കള്ളസ്വാമിയാണെന്നും അയാൾ പറഞ്ഞതൊക്കെ നുണയാണെന്നും പറയാൻ പോവാ. നിക്കകിൽ, അമ്മയോട് ഇപ്പൊ സത്യം പറഞ്ഞ നേരത്തെ ഉള്ളതിനേക്കാൾ സംഗതി വഷളാവും. അമ്മ വസുവിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. അമ്മയുടെ ദൃഷ്ടിയില് അബിയും വസുവായിരിക്കണം എപ്പോഴും ശത്രുക്കള്. നമ്മളൊരിക്കലും ആവാൻ പാടില്ല. അതുകൊണ്ട് ഞാനും എന്റെ കുഞ്ഞും മരിച്ചോട്ടെ എന്നല്ലേ? ഈ കുഞ്ഞു പോയാലെന്താ? നിനക്ക് വേറെ കുഞ്ഞുണ്ടാവില്ലേ?
എന്തിനാടാ ധൃതി പിടിക്കുന്നേ? ഇല്ല ഇളയമേ, എന്റെ ഫസ്റ്റ് ബേബിയെ ഞാൻ മരിച്ചാലും കൊല്ലാൻ സമ്മതിക്കില്ല. നാളെ അവരൊന്ന് സമാധാനിക്കുക. എന്താ ചെയ്യേണ്ടെന്ന് ഞാനൊന്നിരുന്ന് ആലോചിക്കട്ടെ. നീ കുറച്ച് വെയിറ്റ് ചെയ്യേ. ആ വസുവിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ നമുക്ക്. നിന്റെ കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്യാം. ഒന്ന് വിഷമിക്കാതിരിക്കുക. വിഷമിക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും വസു? ഇത്രയും നാൾ ഞാൻ നിങ്ങളെ പറ്റിയായിരുന്നു ആലോചിച്ചിരുന്നത്. ഇനി മുതൽ എനിക്ക് കാർത്തികയുടെ കാര്യം കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. കഷ്ടങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ധൈര്യത്തോടെ നമ്മളത് നേരിടണം. ഇതുപോലെയുള്ള കഷ്ടതകൾ ആർക്കും വരില്ല. നീ കുഞ്ഞിനെ പ്രസവിച്ചാൽ അബിയുടെ ജീവൻ ആപത്താണെന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം നിന്നെ എങ്ങനെ അറിയിക്കുമെന്ന് ഓർത്ത് മനസ്സ് വല്ലാതെ പതറിപ്പോയി. മനസ്സിനെ കല്ലാക്കി മാറ്റി. നീ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ലെന്ന് നിന്നോട് പറയേണ്ടി വന്നു. നീ അത് കേൾക്കില്ലെന്ന് മനസ്സിലായപ്പോ അബിയെ എങ്ങനെ രക്ഷിക്കുമെന്നോർത്ത് ഞാൻ വല്ലാതെ വിഷമിച്ചു. ആ സമയത്ത് അമ്മ എന്തുമാത്രം വേദനിച്ചിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും അത് തന്നെയാ സംഭവിച്ചത്. കുഞ്ഞുണ്ടായാൽ ആപത്താ. അതിനെ നശിപ്പിക്കണമെന്ന് കാർത്തികയോട് ഞാൻ എങ്ങനെ പറയും? ആദ്യമുണ്ടാകുന്ന കുഞ്ഞിനെ നശിപ്പിക്കുന്നത് പാപമാണ് എന്ന് വെച്ച് അഖിലിനെ നഷ്ടപ്പെടാൻ പാടില്ല. അവരെ എങ്ങനെ സമാധാനിപ്പിക്കുക? ഞാൻ അവരോട് എന്താ പറയുക? വസുവിനെ കുറിച്ചുള്ള കാര്യം അബിക്ക് അറിയില്ലല്ലോ അമ്മേ. 2 ദിവസം മുൻപ് വരെ വസുവിനും ഈ സത്യം അറിയില്ലായിരുന്നു. ഇപ്പൊ കുഞ്ഞിനെ പ്രസവിച്ചാൽ ആപത്താണെന്ന് അഖിലിനും കാർത്തികയ്ക്കും മനസ്സിലായല്ലോ അമ്മേ. ഈ അവസ്ഥ എന്താണെന്ന് അവര് മനസ്സിലാക്കട്ടെ. എങ്ങനെ മനസ്സിലാക്കും ഭാവനെ? അവര് കൊച്ചു കുട്ടികളാ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങൾ അവർ കണ്ടിരിക്കും. ഇപ്പൊ എല്ലാം തലകീഴായി മറിഞ്ഞില്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് ഇത്രയും പ്രായമായ എനിക്ക് പോലും അറിയില്ല. ഈ കാര്യത്തെപ്പറ്റി അമ്മ ഇങ്ങനെ കൂടുതൽ ആലോചിച്ച് ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കരുത്. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം ഞാൻ കണ്ടെത്തിയിരിക്കും അമ്മേ. അമ്മ റെസ്റ്റ് എടുക്ക്. എന്റെ മനസ്സാകെ തകർന്നിരിക്കുക വസു. നീ എന്തെങ്കിലും ഒരു വഴി കാണ്. ഈ ഒരവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്ക്. എല്ലാം ശരിയാവും. അമ്മ സമാധാനമായിട്ട് ഉറങ്ങാൻ നോക്ക്. ബുദ്ധിപരമായി ചിന്തിച്ച് നീ നിന്റെ കുഞ്ഞിനെ രക്ഷിച്ചു. ഇപ്പോ ഇല്ലാത്ത കാർത്തികയുടെ കുഞ്ഞിനെ നീ എങ്ങനെയാ രക്ഷിക്കാൻ പോകുന്നേ? രക്ഷിക്കേണ്ടത് കാർത്തികയുടെ കുഞ്ഞിനെയല്ല ചേച്ചി, കാർത്തികയാണ്. കാർത്തിക ഇത്രയും നാളും എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും അഖിലിനെ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്ത് അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചി. ഒരു തരത്തിൽ പറഞ്ഞോ, അഖിൽ ഇത്രയും സ്വാർത്ഥനായി മാറാനുള്ള കാരണം തന്നെ ആ കുഞ്ഞാണ്. ഇപ്പൊ അങ്ങനെ ഒരു കുഞ്ഞില്ലാന്നറിയുമ്പോ അഖിൽ എങ്ങനെ പ്രതികരിക്കുമെന്നും കാർത്തികയോട് എങ്ങനെ പെരുമാറുക എന്നൊന്ന് ഓർത്തു നോക്കിയേ. ഇതറിഞ്ഞ കാർത്തിക ഈ വീട്ടിൽ നിർത്തുവോ? അവളുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടില്ലേ? ചിലപ്പോ ഡിവോഴ്സ് തന്നെ ചെയ്തെന്നിരിക്കും. സുമംഗലി ഇളയമ്മയുടെ കൂട്ടുചേർന്ന കുറ്റത്തിന് കാർത്തികയാണ് ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത്. ഞാനുള്ളപ്പോ കാർത്തികയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞെങ്ങനെയാണോ അതുപോലെ തന്നെയാ കാർത്തികയും. അവളെ ഞാൻ രക്ഷിക്കും. എങ്ങനെയാ വസു? കാർത്തിക തന്നെ ഈ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുക.
നീ എങ്ങനെയാ ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നേ? അമ്മയോട് പറഞ്ഞത് തന്നെയാ എനിക്ക് ചേച്ചിയോടും പറയാനുള്ളേ. ചേച്ചി അതിനെക്കുറിച്ചൊന്നും ഒരുപാട് ആലോചിക്കണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളാം. പാവം, നീ തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെയാ? നീ നിന്നെ രക്ഷിക്കണം, വീട്ടിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കണം. പുറത്തുള്ള ആൾക്കാരോട് പോരാടുന്നത് അത്ര വലിയ കഷ്ടമുള്ള കാര്യമല്ല. ഒരേ വീട്ടിൽ താമസിച്ച് ബന്ധുക്കളോട് പോരാടുന്നതിനേക്കാൾ കഷ്ടം മറ്റൊന്നുമില്ല ചേച്ചി. എന്നാലും സാരമില്ല, ഞാൻ എന്റെ ശ്രമം കണ്ടിന്യൂ ചെയ്യും. ചേച്ചി പോയി ഭാസ്കരേട്ടനെ സമാധാനിപ്പിക്കുക. അവരുടെ പ്ലാൻ റിവേഴ്സ് ആയതുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. ശരി വസു.